ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കണം എന്ന് തോന്നിയത്, അതായത് വെള്ളം മര്യാദയ്ക്ക് തുടച്ചില്ല, നിങ്ങളോട് പറയണം എന്ന് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. രാവിലെ എണീച്ചിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ബെഡ് വിരിക്കുന്നത്. എൻ്റെ ചെറുതിലേ മുതലുള്ള ശീലം, അതായത് 6th സ്റ്റാൻഡേർഡ് മുതൽ ഞാൻ ഒറ്റയ്ക്ക് കിടന്നത്. എനിക്ക് രാവിലെ എണീച്ചിട്ട് ചെയ്താൽ ഇത് എത്ര നീറ്റാണോ അത്രയും എൻ്റെ ഡേ പെർഫെക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ബ്ലാങ്കറ്റ് ഫോൾഡ് ചെയ്യുന്നതൊക്കെ നോക്കിയാണ് ചെയ്യാറ്. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പല്ല് തേച്ച് വാഷ്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് സുന്ദരിയാവുന്നു. അല്ലെങ്കിൽ നമ്മൾ എണീച്ച മുടിയൊക്കെ ഒരുമാതിരി കറന്നിട്ട് തീനപ്പുല്ലല്ലേ ഉണ്ടാവും, അതിൽ നിന്ന് റെഡിയായിരുന്നത്. ഇനി രാവിലെ ഒരുങ്ങി നിന്നാൽ ഒരു കോൺഫിഡൻസ് അല്ലേ. എൻ്റെ കുഞ്ഞിൽ ആൻറ്റി, അമ്മമ്മയൊക്കെ പറയും ഈ 3 പേരാണ് എൻ്റെ ലൈഫിലെ പവർഫുൾ ലേഡീസ് കേട്ടോ. അപ്പോൾ ഇവർ 3 പേര് ഇങ്ങനെ പറയും, എന്തെന്നാ നിനക്കൊന്ന് മൂട്ടിയൊക്കെ ചായച്ച് കെട്ടിക്കൂടെ. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ ലേസി ഡേ ആണെങ്കിൽ മുടി ഇങ്ങനെ ഇതാക്കിയിട്ട് ബാക്കിൽ എന്തെങ്കിലും കിട്ടും, അത്രയും. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന എന്നുള്ള സൗണ്ടില്ലേ, ഇവിടെ ഞാൻ വീട്ടിൽ വന്നാൽ മാത്രം ഇതുകൊണ്ട് സൗണ്ടാണ്. അതായത് ഞാൻ എഴുന്നേറ്റ് എൻ്റെ റൂമിൽ ലൈറ്റ് ഇട്ടാലോ അല്ലെങ്കിൽ ഞാൻ എന്തോ സംസാരിച്ചാലോ അവരെ പുറത്താക്കണം. അതായത് എനിക്ക് 3 പെറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർ എൻ്റെ സൗണ്ട് കേട്ടാൽ എനിക്ക് ലൈറ്റ് ഇടാൻ പേടിയാണ്. രാവിലെ തന്നെ ഒരു കോൾ വന്ന് ഞാൻ എണീച്ചാലോ അവർ തുടങ്ങും. ആ സൗണ്ട് കേട്ടോ. ഒന്ന് സൈലൻ്റ് ആയിട്ട് ജനൽ തുറക്കുന്ന മഴ ആസ്വദിക്കാൻ വെച്ചു. നല്ല മഴയായിരുന്നു. ഞാൻ ഉറങ്ങുമ്പോൾ കേട്ടോ. ഇന്നത്തെ ഫുഡ് എനിക്ക് ഹോട്ടലിൽ നിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഹോട്ടലിലേക്ക് പോവാം, അതിന് വേണ്ടിയാണ് റെഡി ആയിരിക്കുന്നത്. ഹോട്ടലിൽ മറ്റാടല്ല, എൻ്റെ അച്ഛൻ്റെയും ഹോട്ടലാണ്. റെഡി ആയിരിക്കുകയാണ് ഗായ്സ്. ഐറൺ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഈ ഷോള് ഇതിൻ്റെതല്ല, ഒരു ബന്ധവുമില്ല, പക്ഷേ ഒരു ഷോളൊക്കെ ഇട്ട് പോകാൻ തോന്നി. അങ്ങനെയാണ് ഈ ഷോളൊക്കെ ഇട്ടത്. കണ്ണ് കുറച്ച് ഓവറായി പോയി പരങ്ങിയല്ലേ, കുഴപ്പമില്ല. കണ്ണ് കുട്ടി കണ്ണാണ്ട് തിരിയാൻ പോകുന്നില്ല. പണ്ട് ഇത്രയൊന്നും ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല പോവാൻ. ഇപ്പൊ കുറച്ച് ഗ്യാപ്പൊക്കെ കൂടിയിട്ടുണ്ട്. ചിരട്ട ഈ പൈപ്പില്ലേ, ഈ പൈപ്പൊക്കെ പൊട്ടി വെള്ളമൊക്കെ വരാറുണ്ടായിരുന്നേ. അതോ അങ്ങനെ വരുന്നുണ്ട്. വീഡിയോ നോക്കാം, അടുത്തിട്ടൊന്ന് പോസ് ചെയ്യാം. ഈ ചളിയായി പുഴുക്കടി വരാനൊന്നും വേറെ എവിടെയും പോകണ്ട. മഴയൊന്ന് നിന്നേരം ഇറങ്ങിയതാ, പിന്നെയും പെയ്ത്. അങ്ങനെ പോകാനുള്ള വഴിയുടെ നീളം കുറച്ചും കൂടെ കൂടിയിരിക്കുന്നു. അതാണ് ഞാൻ കാണുന്ന റോഡാണ് കണ്ണൂരിലേക്ക് പോകേണ്ട റോഡ്. ഓക്കെ, നടന്നു 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 മെയിൻ റോഡെത്തി. അമ്മ അമ്മ
അമ്മ കാണുന്നുണ്ടോ മയൂട്ടി? ബ്രൂണോ, കിറ്റി, വീഡിയോ മയൂട്ടി ഓടും ഇപ്പൊ. ജൂനി എവിടെ? പൊന്നാ ജൂനി കുട്ടിയാ, വെള്ളം നനച്ചടാ, വെള്ളം വേടാ. സ്വഭാവം ഉണ്ടല്ലേ അയക്കാത്ത. ജൂനി എവിടെ? ജൂനി കിറ്റി എവിടെ? ജൂണിയെ പൊന്നോല അമ്മേ ആരാ വന്നത്? ബ്രൂണോ, അമ്മേ കിറ്റി. ബ്രൂണോ കൂട്ടുകേര് മോനെ. നമ്മൾ ജൂണിയെയും വെള്ളവും നോക്കി പോവുകയാണ്. ഇല്ല നമ്മൾ ഓടുമല്ലേ. ജൂണിയേ വാ. ജൂണിയനെ ഇറക്കി വിട്ടിട്ടുണ്ടെന്ന്. ജൂനിയുടെ പോന്നോ? ജെറ്റ് വിട്ടോല് പോകുന്ന നന്നായി പോയാ? ജൂണി വാ വാ. കൂട്ടുകയറ്റി വെള്ളം അടിച്ചു കൊടുത്തു. ജൂണി ജൂണി ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാൻ പോവുകയാണ്, തോട്ടിലെ വെള്ളത്തിൽ. സോ ജൂണിയും കൂട്ടുന്നുണ്ട്. കിറ്റീനെ കൂട്ടണോ? വേണ്ട. അയ്യോ ജൂണി. കിറ്റി പാവല്ലേ. ജൂണി വെള്ളം നോക്ക്. ഓക്കെ ജൂണി വെള്ളം ജൂണി വെള്ളത്തേക്ക്. ജൂണി വെള്ളം കുളിക്ക്. അന്ന് രണ്ട് പട്ടികളും കൂട്ടി വന്നിട്ട് പട്ടിയൊക്കെ വെള്ളം വേണ്ട. കൊടുംകാട് അല്ലേ? ബാബാ ജൂണി വാ. ജൂണി അയ്യോ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് ജൂണി ബാ.
കിറ്റിയോട് പോയി. കിറ്റി കിറ്റി ആരോട് വയസ്സായി ചെവി കേൾക്കുന്നില്ല. ജൂണിനെ വെള്ളത്തിലിട്ടിട്ട് ജൂണിക്ക് വെള്ളം പേടിയില്ലേ? പേടിയല്ലേ? ഇവിടെ നല്ല ആഴമുള്ള പോർഷൻ കേട്ടോ. ഇവിടെ നമ്മള് ഒന്ന് തള്ളിയിട്ടുണ്ട്. അമ്മമ്മ ചൂടി വാ. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. കിറ്റിയോടെ വാ വാ. നല്ല കോടമഞ്ഞ. വാ 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 വാ. ജൂണ് ഫ്രണ്ടിലെടുക്ക്. നടക്ക് ബാ. എന്താ തളർന്നു പോയോ? ഇല്ല, കിറ്റിയാണ് നീന്തിയത്. ഏതെന്താ വാ. നിന്റെ അമ്മ ഇപ്പം നിന്നെ പാസ്സാക്കും. താഴെ വെക്കുന്നതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. നടക്കും. ഞാൻ ഈ വഴി ഓക്കെ. ഗുഡ് മോർണിംഗ്. അങ്ങനെ നെക്സ്റ്റ് அந்த സൗണ്ടൊക്കെ പോയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് സാറ്റർഡേ മോർണിംഗ്. ഇന്ന് കിറ്റിയുടെ പിള്ളേരുടെ സൂചിയൊക്കെ ഡോക്ടർ വരുമെന്ന് പറഞ്ഞ ദിവസം കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ നാട്ടിൽ എപ്പോൾ വന്നാലും ഞാൻ ഓരോ ദിവസവും ഷെഡ്യൂൾ ചെയ്ത് വെക്കും. ഇന്നിത് ചെയ്യാം, അന്നത് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ആവും. കാരണം ആ ഒരു 5-6 ദിവസത്തേക്കാണ്, കൂടിപ്പോയി 5 ദിവസത്തേക്കാണ് നാട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത് വെക്കും.
പക്ഷെ അതുപോലെ നടക്കും കേട്ടോ. കാരണം എൻ്റെ സ്വഭാവം കുറച്ച് റൂഡായതുകൊണ്ടും പിന്നെ ആരും എന്നോട് അങ്ങനെയൊന്നും പറയില്ല. കാരണം അത്ര ദിവസം അതിൽ നിന്നെല്ലാവർക്കും അറിയാമല്ലോ. സോ അവരുടേതായിട്ടുള്ള പ്ലാന് വേറെ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്ത അനുസരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് തിരിച്ചു പോവുക. അപ്പം ഞാൻ ഹാപ്പിയാണ്. എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ പിന്നെ അടുത്ത വരവ് വരെ കാത്തിരിക്കണ്ടേ. ഞാൻ അവരെ കുളിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം കുളിപ്പിച്ചിട്ട് കൂട്ടുകയറ്റി കുളിപ്പിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കിറ്റി 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 ഒരു മൈൻഡും ഇല്ലല്ലോ. വാലാട്ടുന്നുണ്ട്. ജൂണി താകമാൻ്റെ രോഗമായിരുന്നു. അപ്പം ഞാൻ കുളിച്ചു ഫ്രഷായി. ഇനിയൊന്നും കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാനേ പറ്റിയിട്ടില്ല. ഫോൺ ഇവിടെ വെച്ച് പോകും. ഈ കാണുന്ന കാടും പടലൊക്കെ ബാംഗ്ലൂരേക്ക് കൊണ്ടുപോകാനുള്ള കേട്ടോ. ഇപ്പം ഞാൻ ഫൈനലി പാക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫുൾ കവേർഡ്. ഇതങ്ങ് പൊട്ടാണ്ട് എത്തിയാൽ മതിയായിരുന്നു. കൊണ്ടുപോകാനുള്ള സാധനം ഇത് നല്ല സെറ്റ് ചെയ്തിട്ടോ. ഭക്ഷണം നേരത്തെ കഴിച്ച് പുത്തിരിക്കല മഴപ്പാറില് കൊണ്ടിട്ട്